ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്, അതായത് ഈ ഓഡ് നമ്പേഴ്സിൻ്റെയും ഈവൻ നമ്പേഴ്സിൻ്റെയും നോർമൽ പ്രോഡക്ട്സ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നോർമൽ മെത്തേഡിൽ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ ഇവ തമ്മിലൊരു ബന്ധമുണ്ട്. അത് നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം 21 × 23 എന്ന് പറയുന്നത് 21 × 23 എന്ന് പറയുന്നത് ഈ 21നും 23നും ഇടയ്ക്ക് വരുന്ന ഏതാണ് നമ്പർ? 22. അപ്പോൾ ഈ 22 എന്ന് പറയുന്ന ഈ നമ്പറിൽ നിന്നും 1 കുറയ്ക്കുമ്പോഴാണ് ഈ 21 കിട്ടുന്നതും ഈ 22 എന്ന് പറയുന്ന നമ്പറിൽ നിന്നും 1 കൂട്ടുമ്പോഴാണ് ഈ 23 കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 21നെ 22 - 1 എന്ന് എഴുതാം. 23യെ നമുക്ക് 22 + 1 എന്ന് എഴുതാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ a - b × a + b, ദാറ്റ് ഈസ് 22² - 1², അതായത് 22² - 1. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 22ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 484. 484ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ 483 എന്ന് പറയുന്നത് നമ്മുടെ ആൻസറിലോട്ട് നമ്മളെത്തി. അപ്പോൾ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലാതെ നമുക്ക് 2 ഓഡ് നമ്പേഴ്സ്, കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ഓഡ് നമ്പേഴ്സാണ് പ്രോഡക്റ്റ് ചോദിക്കുന്നതെങ്കിൽ അതിന് നടുക്ക് വരുന്ന നമ്പറിൻ്റെ സ്ക്വയറിൽ നിന്നും 1 കുറച്ച് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് കുഞ്ഞു നമ്പേഴ്സൊക്കെ ആണെങ്കിൽ ബൈ ഹാർട്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇവിടെ 16ഉം 18ഉം. അപ്പോൾ ഇത് ഓഡ് നമ്പേഴ്സിൻ്റെ പ്രത്യേകതയാണെങ്കിൽ ഈവൻ നമ്പേഴ്സിനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. 16 × 18 എന്ന് പറയുമ്പോഴത്തേക്കും ഇവയ്ക്ക് രണ്ടിനും ഇടയ്ക്കുള്ള 17. 17ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 289. 289ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ 288. ഇതായിരിക്കും നമുക്ക് ഈ പെട്ടെന്ന് ആൻസറിലോട്ട് അറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. അപ്പോൾ ഇത് നമുക്ക് അല്ലാതെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 16 × 18, 6 × 8 48, 4, 8 + 4 12, 1 × 6 6, 1 × 1 1, ദാറ്റ് ഈസ് 882. അപ്പോൾ നമ്മൾ ഈ ആൻസറിലോട്ട് എത്തി. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ആയിട്ടുള്ള നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇത് ഓഡ് നമ്പറിൻ്റെയും ഈവൻ നമ്പറിൻ്റെയും പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 24 × 26 എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നടുക്ക് വരുന്നത് 25 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ സ്ക്വയർ 625 ആണ്. അതിൽ നിന്നും 1 കുറച്ചാൽ മതി, ദാറ്റ് ഈസ് 624. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഡിജിറ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 6 × 4 24. അപ്പോൾ നമുക്ക് 4 വരുന്നുണ്ട്. അപ്പോൾ ഇത് ആൻസർ കറക്റ്റാണ്. അടുത്തത് ഇതെന്താണ്? 31 × 33. ഇവയ്ക്ക് ഇടയ്ക്ക് വരുന്ന നമ്പർ ഏതാണ്? 32. 32ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1024 ആണ്. അപ്പോൾ അതിൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 1023 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതും ചെക്ക് ചെയ്ത് നോക്കാം. 31 × 33. 1 × 3 3, 3 × 3 9, 1 × 3 3, 3 × 3 9, 3 9 + 3 12, 9 + 1 10, 10 23. കറക്റ്റ് അല്ലേ നമ്മുടെ ആൻസർ? ഇങ്ങനെ നമുക്ക് നടുക്ക് വരുന്ന അറിയാവുന്ന സ്ക്വയേഴ്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ.